നിങ്ങൾ എനിക്ക് വോട്ട് തന്നു ജയിപ്പിച്ചാൽ ഈ സർക്കാർ അധികാരത്തിൽ വന്നാൽ ഗാന്ധിജിയെ തള്ളിപ്പറയുന്ന, നെഹ്റുവിനെ താഴെ ഇറക്കുന്ന ആ പാഠപുസ്തകങ്ങളിലേക്ക് നെഹ്റു കയറി വരും, ഗാന്ധിജി കയറി വരും. CPM-കാരാ RSSും നിങ്ങളും തമ്മിൽ ഡീലുണ്ടാക്കിയ PM ശ്രീ എന്ന പദ്ധതി വലിച്ചു ചവട്ടുകൊട്ടയിലേക്ക് ഞങ്ങൾ എറിയും. കേരളത്തിന്റെ കൾച്ചറിനനുസരിച്ചുള്ള ഒരു പാഠ്യപദ്ധതി കേരളത്തിൽ എന്തായാലും ഉണ്ട്. ആ പാഠ്യപദ്ധതികൾക്ക് അനുസൃതമായിട്ട് വരാവുന്ന ഒന്നിനെ ഞങ്ങൾ അംഗീകരിക്കുള്ളൂ, അല്ലാതെ അംഗീകരിക്കില്ല എന്ന് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അത് ക്ലാരിഫൈ ചെയ്യണമെങ്കിൽ, അത് കറക്റ്റ് ചെയ്യണമെങ്കിൽ ഞങ്ങൾക്ക് സമയം ആവശ്യമുണ്ടാവും, സ്വാഭാവികമായ സമയം ആവശ്യം ഉണ്ടാവും. അത് എല്ലാവർക്കും മനസ്സിലാകുന്ന കാര്യമില്ല. ഒരു ദിവസം വന്ന് പിറ്റേന്ന് ഇദ്ദേഹം ചോദിക്കുന്ന അറബിക്കടലിൽ ഇറങ്ങിയില്ലെന്നൊക്കെ ചോദിച്ചാൽ, ഒരു പ്രസംഗത്തിനകത്ത് അറബിക്കടലിൽ ഇറങ്ങിയില്ല, അതൊക്കെ ഒരു വലിയ രാഷ്ട്രീയമായിട്ട് കൊണ്ടുവരികയാണ്. അറബിക്കടലിൽ കൊണ്ടുപോയിട്ട് പിന്നെ സർക്കാരിനെ കരാർ അറിയാൻ പറ്റുമോ? അതൊക്കെ ടെക്നിക്കൽ പ്രസംഗത്തിൽ അങ്ങനെ പ്രയോഗം ഉണ്ടാവും. അതൊക്കെ രാഷ്ട്രീയമായിട്ട് പറയുകയാണെങ്കിൽ അതൊക്കെ തെരുവിൽ പറയേണ്ടുന്ന രാഷ്ട്രീയമാണ്. ഒരു വളരെ സീരിയസ് ആയിട്ട് ഒരു മീഡിയയുടെ അകത്തിരുന്നിട്ട് പിന്നെ കൈരളിക്ക് ചോദിക്കാം, നിങ്ങൾക്ക് അതിന് റൈറ്റ് ഉണ്ട്, ആ ചോദിച്ചോളൂ, ഞാൻ പറയേണ്ട ഞാൻ തീരുമാനിക്കണം.